എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ വ്ളോഗും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെയാണ് ഡൽഹിയിൽ. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ സോനിപത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ റൈഡ് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തത് ഇവിടെ ഒരു പമ്പിലാണ്. അപ്പോൾ ആ പമ്പാണ് ഇത് ഈ കാണുന്നത്. ഇതാണ് ആ പമ്പ്. അപ്പോൾ എൻ്റെ സൈക്കിള് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. സൈക്കിളിലെ സാധനങ്ങളൊക്കെ അയച്ച് ഞാൻ ഇന്നലെ കിടന്നത് പമ്പിൻ്റെ അകത്തായിരുന്നു. കാരണം ഇവിടെ ടെൻ്റ് അടിക്കാൻ പോയപ്പോൾ അവർ എന്നോട് പറഞ്ഞ് ടെൻ്റ് അടിക്കേണ്ട, അകത്ത് കിടന്നു, അത് ഇറക്കാനുള്ള സൗകര്യമുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് എനിക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. പിന്നെ ഇന്നലെ കുളിക്കാനുള്ളൊരു സെറ്റപ്പും കിട്ടി. അപ്പോൾ അത് കാരണം കുളിക്കുകയും ചെയ്ത് നമ്മുടെ ഡ്രസ്സ് അലക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഡ്രസ്സൊന്നും എടുക്കാണ്ട്. അപ്പോൾ ഡ്രസ്സ് ഞാൻ ഇവിടെ ഇട്ടേക്കണം. ഇവിടെയാണ് ഇന്നലെ കുളിച്ചത്. എന്നിട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണക്കാനിട്ടുണ്ട്. അതിൽ ആ ബ്ലാക്ക് ഷോർട്ട്സ് ആണ് തന്നെ, പിന്നെ ഈ 3 ഡ്രസ്സും. നമ്മുടെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് വെച്ചേക്കണം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഡ്രസ്സ് ഒന്ന് കവറിലാക്കാണ്ട്. ഹായ് ഹായ് പോലോ ഹായ്. പുള്ളിക്ക് വല്ല ഡിമാൻഡാണ് കേട്ടോ ഹായ് പറയാൻ. പുള്ളിയല്ല, വേറൊരു പുള്ളിയാണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ കിടന്നത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇതൊന്നൊരു കിറ്റിലാക്കണം. കിറ്റില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. അപ്പോൾ എന്തായാലും ഇനി ബാഗ് പാക്ക് ചെയ്തിട്ട് എന്നിട്ട് കാണാം. ഫ്ലാഗ് ഇരിപ്പുണ്ടാകുന്നിട്ട് 2 അപ്പോൾ ആ ഫ്ലാഗ് 2 ഞാൻ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ആ പഴയ ട്രിപ്പിലാകുമ്പോൾ സെറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലഗേജ് എല്ലാം കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നണേ ഇന്ന് ചിലപ്പോൾ അമ്പാല അല്ലെങ്കിൽ പത്താൻകോട്ട് എത്താൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ പയ്യെ ചവിട്ടി പോകണേണ്. കാരണം ചവിട്ടാൻ ഇപ്പോൾ ഫുള്ള് സെറ്റായിട്ടില്ല. കാരണം കുറച്ച് അങ്ങനെ ആദ്യം ചവിട്ടൽ കുറവായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ എന്തായാലും പോണ വഴിക്ക് ഒരു ചായ കുടിക്കണം. ഇന്നലെ വൈകിട്ട് നൈറ്റ് ഒന്നും കഴിച്ചില്ല. കാരണം എന്നോട് ഇവർ ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് തന്നെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ എന്തായാലും ഒരു ചായ കുടിക്കണം. ഇവിടെ ഈ ഒരു പമ്പിൽ തന്നെ ഒരു കടയുണ്ട്. അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് പോകാമല്ലോ എന്ന് ചോദിച്ചു. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഉണ്ട് ഒരു ചെറിയൊരു കടയുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ചായ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട കട. ഞാൻ ഒരു ചായ മേടിച്ചേട്ടാ. പിന്നെ ഒരു പബ്സ് പോലത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം സോസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ നല്ല വെയിൽ വന്നിട്ടാ. സമയം ഇപ്പോൾ ഒരു 7:30 ആകാറായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ചായ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ചെറിയ രീതിയിലുള്ള ഇതൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ എന്തായാലും പോണ വഴി കാഴ്ചകളൊക്കെ കാണാം. ഇവിടെയൊക്കെ കാളകളൊക്കെ കുറേ റോട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ. രാവിലെ പിന്നെ നല്ല അത്യാവശ്യം മഞ്ഞ് പോലെയുണ്ട്. കോട വന്ന് ഇരിപ്പുണ്ട്. ഈ വീഡിയോയിൽ കാണാൻ പറ്റണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ ഫുള്ള് കോടയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെയിലും ഉണ്ട് കേട്ടോ. വെയിൽ ഏകദേശം ഇപ്പോൾ ഒരു 7:30 7:45 ആകാറായിട്ടുള്ളൂ. നേരത്തെ കാണിച്ച പോലെ വിശാലമായൊരു പാടങ്ങൾ കേട്ടോ. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണേ. അപ്പോൾ ഇതാണ്ട ഇപ്പുറത്തെ ഹൈവേ. ഇപ്പോഴത്തെ നോക്കുമ്പോൾ നല്ല ബ്ലോക്ക് കാര്യങ്ങൾ, അതായത് ഒരു ഇതാണ് ഒരു ടോളാണ് കേട്ടോ. അവിടെയൊക്കെ ഭയങ്കര തിക്കും തിരക്കാണ് കേട്ടോ. ആൾക്കാർ നല്ല ഹോണടിയാണ്. അപ്പോൾ വീഡിയോയിൽ എനിക്ക് തോന്നുന്നത് കേൾക്കാമെന്ന് തോന്നണ്ട. കാരണം നമ്മളിത് ഡൽഹിയിൽ നിന്ന് ചണ്ഡീഗഡ് പോണ റൂട്ടാണ് കേട്ടോ. ചണ്ഡീഗഡ് അമൃത്സർ അങ്ങാടെയൊക്കെ പോണ റൂട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ സൈക്കിൾ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം കണ്ടുകൊണ്ട് നിർത്തിയതാണ്. ഈ ഒരു ഇല കണ്ടിട്ട് ഞാൻ നിർത്തിയതാണ് കേട്ടോ. ഫുള്ള് ഇത് കണ്ടില്ലേ, ഈ റോഡ് സൈഡിൽ ഫുള്ള് ഈ ഒരു ഇലയാണ് കേട്ടോ. ഈ ഇല കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് പോയപ്പോൾ ഈ വഴി ഒന്ന് പോയപ്പോൾ എനിക്ക് ജസ്റ്റ് ഡൗട്ട് അടിച്ചത് എന്താ സംഭവം ഇത് തന്നെയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫുള്ള് കഞ്ചാവിൻ്റെ ഇതാണ്ടാ. ഈ ഒരു അറ്റം മുതൽ അങ്ങ് അവിടം വരെ ആ പമ്പിൻ്റെ ഈ ഒരു സൈഡ് വരെ കണ്ടില്ലേ. ഞാൻ അവിടെ നിന്ന് കുറച്ചങ്ങാ വന്നപ്പോഴും പല സ്ഥലത്തും ഈ ഒരു ചെടി കണ്ടിട്ടാ. എനിക്ക് തോന്നുന്നു ഇവിടെ വലിയ പ്രശ്നങ്ങളില്ലെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ നമ്മൾ ഒരു പുള്ളീനെ കണ്ടപ്പോഴും പുള്ളിയുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഞാനിത് ജസ്റ്റ് പ്രൊമോട്ട് ചെയ്യണമെന്നല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. കാരണം ജസ്റ്റ് നമ്മൾ ഈ ഒരു യാത്രയിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ട് അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളിലേക്കൊന്ന് കൊണ്ടുവന്നെന്നുള്ളൂ. അല്ലാണ്ട് ഞാനിത് യൂസ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഈ ഒരു ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളോ ഇല്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ യാത്രയിൽ കാണുന്ന കുറച്ച് കാഴ്ചകൾ, കുറച്ച് സംഭവങ്ങളെല്ലാം നമ്മൾ ഇതിലൂടെ കൊണ്ടുവരിക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാണ്ട് ഇത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനല്ല.
ഇത് ഹരിയാനയിലാണ്. ഇവിടെ ഇതൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കാരണം പല ആൾക്കാരുടെ കയ്യിലും ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. കറക്റ്റായിട്ട് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ യാത്രയിൽ കണ്ടുകൊണ്ട് ഇത്ര ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ഭയങ്കര രീതിയിൽ ടയേർഡായി. കാരണം നല്ല വെയിലാണ്. പിന്നെ എൻ്റെ ഡ്രസ്സ് കുറച്ച് ഉണങ്ങാനുണ്ട്. അപ്പോൾ അത് ഞാൻ എവിടെയെങ്കിലും പോകുന്നേക്ക് ഒന്ന് ഉണക്കായി ഇടാൻ പറ്റുമോ എന്ന് നോക്കണം. അപ്പോൾ അതേ ഞാനിപ്പോൾ ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാലത്തിൻ്റെ ആണല്ലേ അടിയിലാണ് വന്നിരിക്കണം. അപ്പോൾ ഈ ഒരു സൈഡിൽ തണലുണ്ട്, ഇപ്പുറത്തേക്ക് ഭയങ്കര വെയിലാണ്. അപ്പോൾ എന്തായാലും ഇനി പോകണമെങ്കിൽ പയ്യെ റെസ്റ്റ് എടുത്ത് തന്നെ പോവാം. അവിടെ നിന്ന് കുറച്ചിങ്ങനെ വന്നിട്ടാ. അപ്പോൾ കുറച്ച് ഔട്ടി കഴിഞ്ഞ് ബാത്റൂമിൽ പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കിലോമീറ്ററിൻ്റെ പെട്രോൾ പമ്പിൽ വന്ന് ടോയ്ലറ്റിൽ കയറി നമ്മുടെ സൈക്കിൾ ഇവിടെ കേട്ടോ. അപ്പോൾ ആ ടോയ്ലറ്റ് യൂസ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ടോയ്ലറ്റിൽ കയറി വന്ന് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ അതേ ഒരു പുള്ളീനെ കണ്ട് ഹായ് അപ്പോൾ ആളെന്നോട് വിശേഷവും കാര്യങ്ങളൊക്കെ ചോദിച്ചേട്ടാ, നമ്മുടെ യാത്രയെക്കുറിച്ചും നമ്മുടെ യാത്രാ ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണ്, റൂട്ടൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പുള്ളിയോട് കാര്യങ്ങൾ പറഞ്ഞു. അതിന് മുമ്പ് ഒരു യാത്ര പോയതാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂ ആയിട്ടാണ് ഈ യാത്രയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളി നീ എന്നോട് പറഞ്ഞ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. भैया आपका नाम? उत्तम कैसे हो? बढ़िया ओके किधर आप किधर का हो? इधर से पानीपत से है ना. ये पानीपत. അപ്പോൾ നമ്മൾ പാനിപ്പത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയില്ല. കറക്റ്റ് പ്രോപ്പർ പാനിപ്പത്തല്ല, പാനിപ്പത്തിലേക്ക് ഇനി ഏകദേശം 10 കിലോമീറ്റർ പ്രോപ്പർ ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട്. കുറച്ച് ഞാൻ പുള്ളിയോട് സംസാരിച്ചു. നമ്മുടെ ഹിന്ദിയൊന്നും വളരെ ഗുഡല്ല. അപ്പോൾ അത് കാരണം കുറച്ചൊക്കെ തട്ടിമുട്ടിയൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് ചോദിച്ചിരിക്കണേ. ഓക്കെ ഇവിടെ ചായ വന്നിട്ടാ. ആ പിരിയാ ഇവരാണ്ട് നമുക്ക് ചായയൊക്കെ മേടിച്ചു. ഇവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങണേട്ടാ. ഓക്കെ വയ്യ ടീക്ക് പറഞ്ഞാൽ അവര് ഭയങ്കര കമ്പനിയും കാര്യങ്ങളാണ് കേട്ടാ. ഭയങ്കര സന്തോഷമായിരുന്നു നമ്മളെ കണ്ടപ്പോഴും. കുറേ നേരം സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഹിന്ദിയിലൊക്കെ ഞാൻ സംസാരിച്ച്. അപ്പോൾ ഭയങ്കര കാര്യമൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും നൈറ്റാണ് വന്നെങ്കിൽ അവരെന്നോട് പറഞ്ഞതാ ഇവിടെ എന്നിട്ട് പോകുമ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാന്നൊക്കെ പറഞ്ഞതാ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം എത്തി ഉച്ചയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് കേട്ടോ. പിന്നെ നേരെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കുറേ നല്ല സന്തോഷങ്ങളുണ്ടായി അവിടെ നിന്ന് തന്നെ. നമ്മളെ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്തേന്നിട്ട്. അപ്പോൾ ഒരു പുള്ളീനെ കണ്ട് പുള്ളി ഇങ്ങനെ പോയി ഈ വഴി കൂടെ ഇങ്ങനെ പോകുന്നിട്ട് പുള്ളി പിന്നെ തിരിച്ച് യൂട്ടേൺ എടുത്ത് വന്നതാന്നാ പറഞ്ഞ. ആ യൂട്ടേൺ ആള് എന്ത് എനിക്ക് വലിയ പിടുത്തമില്ല. അപ്പോൾ ആള് യൂട്ടേനൊക്കെ എടുത്ത് നമ്മുടെ ബോർഡ് കണ്ടുകൊണ്ട് വന്നതാന്ന് പറഞ്ഞിട്ട്. ഹായ് ഭയ്യ നാം ക്യാ ആപ്കാ? നിതീഷ് അച്ഛാ. പുള്ളി അപ്പോൾ കുറച്ച് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മുടെ യാത്രയെ കുറിച്ചൊക്കെ ചോദിച്ച്. നല്ല വെയിലാണ്ട്. അത് കാരണം ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് പുള്ളി പെട്ടെന്ന് ഇങ്ങനെ കറങ്ങിട്ടിട്ട് വന്നത്. അപ്പോൾ പുള്ളി ഊട്ടേനൊക്കെ എടുത്ത് വന്നതാന്നാ പറഞ്ഞത് നമ്മുടെ ബോർഡ് കണ്ടുകൊണ്ട്. കാരണം ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെ ആരും ശ്രദ്ധിക്കൂല. കാരണം ഞാൻ ഇവിടെ ഫുള്ള് നല്ല ടയേർഡായി. കാരണം നല്ല വെയിലുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ തണൽ കണ്ടപ്പോൾ അങ്ങനെ നിർത്തിയത്. കാരണം ഈ ഒരു മരത്തിൻ്റെ തണലുണ്ട് ഇവിടെ. അപ്പോൾ അത് കാരണം ഇപ്പോൾ പയ്യെ വെയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ആറിയേട്ടാ. ഒരു 10 മിനിറ്റ് കൂടെ എന്നിട്ട് നമുക്ക് പയ്യെ ഇറങ്ങാം. എന്നിട്ട് വെയിൽ കൂടുകയാണെങ്കിൽ ടയേർഡാണെങ്കിൽ പയ്യെ റെസ്റ്റ് എടുത്ത് പോകാമെന്ന് വെച്ചു. കാരണം ഇതേപോലെ ആളുകൾ നമ്മളെ വന്ന് കണ്ട് സംസാരിക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം. കാരണം അതിൽ കൂടിയ വലിയ റിലീഫ് നമുക്ക് കിട്ടാനില്ല. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഫുഡ് കഴിക്കാൻ വന്ന ഈ ഗുരുദ്വാരയിലാണ്ടാ. അപ്പോൾ ഇവിടെ നമ്മുടെ സൈക്കിൾ വെച്ചേക്കണ ഇവിടെയാണ്. നമ്മുടെ സൈക്കിൾ ഇതിവിടെയുണ്ട് വെച്ചേക്കണം. ഞങ്ങൾ ഇവിടെ സേഫാണ്, അവിടെ വെക്കണ്ടെന്നാ പുള്ളി പറഞ്ഞു. അപ്പം നമ്മൾ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗുരുദ്വാര ഉണ്ടോ, ഇതാണ് എൻട്രൻസ്. ശരിക്കും ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്ന് അവർ പറഞ്ഞു. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ എന്തിനാ വെറുതെ അവർക്കൊരു ഇടങ്ങേറാക്കണ്ടെന്ന് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനാ. ഫുഡ് കഴിച്ചേട്ടാ. ചോറുണ്ടായിരുന്നു, പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയ ഗുരുദ്വാരയില്ലേ, അവിടെ ശരിക്കും അതിനുള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത് കാരണം നമ്മളവിടെ വീഡിയോ എടുക്കാനാണ്. കാരണം വീഡിയോ എടുത്ത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നമോ കേൾക്കാൻ അങ്ങനെ വെച്ചിട്ട് പിന്നെ വീഡിയോ എടുക്കാനാണ്. കാരണം അവിടെ ചെന്നിട്ട് ഞാൻ ഈ അവിടെ ചപ്പാത്തി ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു കടലക്കറി, പിന്നെ പരിപ്പ് കറി, പിന്നെ വേറെ എന്തൊരു കറിയും കൂടെ ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറ്. കൊള്ളാവുന്നുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സെറ്റായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഗുരുദ്വാരകൾ അങ്ങനെ ഇത് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്.
അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഇറങ്ങി. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കേസ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര സൗണ്ട്. അപ്പോൾ കുറച്ച് മാറിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണത്. അപ്പോൾ നല്ല ഫുഡും കാര്യങ്ങളായിരുന്നു. ഞാനിപ്പോൾ ചണ്ഡീഗഡ് പോണ റൂട്ടിലാണ്. അപ്പോൾ കുറച്ച് രണ്ടുപേരെ കണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അവരൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അവർ വണ്ടി നിർത്തിയിട്ട് നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി ഇങ്ങനെ. ഹായ് ബ്രോ. हाय, आपका नाम? सैम टंडन। क्या? सैम टंडन। सैम टंडन। आपका? मेरा नाम नितिन है। नितिन। मैं जोमेटो में काम कर रहा था, तो भैया को देखा मैंने, अभी ऑल इंडिया ट्रैवल कर रहे हैं, तो मैं देख के थोड़ा आश्चर्य हुआ मेरे को कि साइकिल से पूरी ऑल इंडिया का ट्रिप कर रहे हैं। तो मैं इनको देखने के लिए रुका। थैंक यू। ये बहुत बड़ी बात है, आप साइकिल पे ट्रैवल कर रहे हो। थैंक यू। और मेरी तरफ से ऑल द वेरी बेस्ट। थैंक यू। और आपके फ्यूचर वेंचर्स के लिए ऑल द वेरी बेस्ट। आई होप हम फ्यूचर में टच में रहेंगे। थैंक यू। बेस्ट ऑफ लक। थैंक यू। थैंक यू। थैंक यू। വീണ്ടും 3 പേരെ കണ്ടുപിടിച്ചതാ. ഹായ് ഭയ്യ, നാം ക്യാ ആപ്കാ? അനിൽ. ആപ്കാ? ഇവരിവിടെ മറ്റേ ടോളിൻ്റെ ഇതിൽ ഫാസ്റ്റാഗിൻ്റെ ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ വന്ന് നമ്മളെ സൈക്കിളുണ്ട്. അപ്പോൾ ഞാൻ അങ്ങാട് പോയ വഴിയാണ്. അപ്പോൾ റിട്ടേനെ വിളിച്ച് തിരിച്ചു വന്ന് ഇവരോട് ഞാൻ സംസാരിക്കണമായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ബോർഡ് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. നമ്മുടെ ഡ്രീമിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട്. കാരണം നമ്മളോട് കുറച്ച് നേരം ഇതേപോലെ വർത്തമാനം പറയുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷമാണ്. അത് മതി, നമുക്ക് വേറെ ഒന്നും വേണ്ട. സപ്പോർട്ട് തന്നെ ധാരാളം. താങ്ക് യു ഭയ്യ. യൂട്യൂബ് ഞാൻ നേരത്തെ കണ്ട ആളാണ്. സാം എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആളുടെ ബ്രദറിൻ്റെ കടയിലാണ്, ദാബയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സുനിൽ ശർമ്മ അദ്ദേഹത്തിൻ്റെ ഈ ദാബ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇറങ്ങുമ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ പുള്ളി അദ്ദേഹത്തിൻ്റെ കുറച്ച് നല്ല ടൈം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. കാരണം അദ്ദേഹത്തിന് എന്തോ ബിസിനസ് മീറ്റിംഗ് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ടൈം എനിക്ക് വേണ്ടി വേസ്റ്റ് ചെയ്തേക്കണം. കാരണം ഞാൻ കുറേ നേരം സംസാരിച്ച് യൂട്യൂബിനെ കുറിച്ചും പിന്നെ അതേപോലെ എങ്ങനെ വീഡിയോ ഇടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പുള്ളി പറഞ്ഞു തരുകയും ചെയ്ത്. കാരണം നമ്മളെ ഒരുപാട് രീതിയിൽ നമ്മളെ പുള്ളി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ പുള്ളി നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് നല്ലത്. പക്ഷെ അതൊന്നും പുള്ളി പറയുന്നത് പറഞ്ഞേക്കണം. അപ്പോൾ അത് കാരണം അതിനെക്കുറിച്ചൊന്നും പറയാനുള്ള. താങ്ക് യു. बहुत happy. Thank you, bro. Thank you. Actually, Mr. Askar is living my dream to travel India. So I'm saying all the very best for his future ventures, and all the very best, bro. And guys, please support Mr. Askar. He's doing a great job, and he's spreading love from Kerala to all over India. So please support, guys. Kudos. Okay, thank you. पढ़ाई करो. अरी. चावल में अरी. चावल में अरी. पानी. पानी में क्या बोलेगा? पानी में क्या बोलता था? वेल्लम. 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 दूध. दूध. क्या बोलेगा दूध में? अब बोलो. मैं अब बोलो. पाले. पाली. पाल. पाल. ये क्या है नाम? ऊद. ऊद में क्या बोलेगा? ऊट. ऊट है ना? ऊट. 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 क्या? ഒട്ടകം. 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 ഇനി എന്താ പറയാ? ഷാദി ഹോ ഗയാ. शादी हो गया. കല്യാണം. कल्याणम. കല്യാണം. शादी हो गया. कल्याणम. കഴിഞ്ഞു. 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 കല്യാണം. कल्याणम. കഴിഞ്ഞു. കഴിഞ്ഞു. കാ. കാ. കാ बोलो. കാ. കാ. का. രി. ली. രി. ली. 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 രി. റിന്നു. ഇന്നു. കല്യാണം കഴിഞ്ഞു. कल्याणम കഴിഞ്ഞു. एक टाइम. കല്യാണം. कल्याणम കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ. ആളെ മലയാളം പഠിപ്പിക്കാൻ എന്നിട്ട് അച്ഛൻ സമയത്ത്. ഓക്കെ. ഈ ഒരു ദാബയിലാണ് ഞാൻ നേരത്തെ വന്ന മറ്റേ പുള്ളി ആള് പോയായിരുന്നു. കാരണം ആള് സത്യം പറയുന്ന ആൾക്ക് ആളുടെ നല്ല തിരക്ക് ആൾ മാറ്റി വെച്ചിട്ടാണ് എനിക്ക് വേണ്ടി വന്നത്. കാരണം ആൾക്ക് എന്തോ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ആളൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ എന്തോ ആൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളാണ്, പാഷനായിട്ട് കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ കുറേ സംസാരിച്ച് നമ്മളെ നല്ല രീതിയിൽ നമ്മുടെ കൂടെ ഇരുന്ന് കുറേ നേരം അങ്ങാടിക്കാടും നല്ലോണം സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. കാരണം പുള്ളിയുടെ നല്ല കാര്യങ്ങളും നല്ല മൊമെൻറ്റുകളും നമ്മളോട് ഷെയർ ചെയ്തു. അതേപോലെ നമ്മളും ഷെയർ ചെയ്തു നമ്മുടെ ഡ്രീമിനെ കുറിച്ച്. ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നാലും
പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടി ചെയ്തിരുന്നു. പക്ഷെ അത് പുള്ളി പറഞ്ഞു അത് പറയരുത്. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യല്ല. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പുള്ളീനെ എന്തായാലും ഇനി കോൺടാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങി മുന്നോട്ട് പോവാം. നമ്മുടെ സൈക്കിൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും പോണ വഴിക്ക് സെറ്റാക്കണം. ഞാനങ്ങനെ ദാബിയിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ഇപ്പം നമ്മൾ നേരെ ചണ്ഡീഗഡ് പോണ റൂട്ടിലാണ്. അപ്പോൾ കുറേ നേരം ഞാൻ അവിടെ റെസ്റ്റ് ചെയ്ത്. ഇപ്പം ഏകദേശം ഒന്ന് ഇരുട്ടാറായി. കാരണം കുറച്ച് വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പിന്നെ ഫോണിലാണെങ്കിൽ കുട്ടും ചാർജും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പവർ ബാങ്കിൽ ചാർജ് കുറവായിരുന്നു. കുറച്ച് നേരം ഞാൻ കുത്തിയിട്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയുള്ളൂ. അത് പാനിപ്പത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇന്ത്യൻ ഓയില പമ്പിൽ പെട്രോൾ പമ്പിൽ നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം കിട്ടി. ഇവിടെ ഉണ്ടാ നമ്മുടെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടിച്ചോളാനാണ് പുള്ളി പറഞ്ഞത്. ഇതാട്ടോ ഇന്ത്യൻ ഓയില പെട്രോൾ പമ്പ്. അപ്പോൾ ആ പുള്ളിയാണ് നമ്മളോട് ഇവിടെ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞ. അപ്പോൾ ശരിക്കും ഞാൻ വീഡിയോ ഒക്കെ എടുക്കണ കൊണ്ടാന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് പുള്ളി ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞ. കാരണം വേറൊരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ് ഇവിടെ അടിക്കാൻ പറ്റൂല ഇതാണ്. അപ്പോൾ ഇവിടുത്തെ സീനിയർ ഉണ്ട്, ആളോട് ചോദിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ടാറ്റ കാണിച്ച പുള്ളിയാണ് സീനിയർ. അപ്പോൾ പുള്ളീനോട് പുള്ളി പറഞ്ഞു ഇവിടെ അടിച്ചോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ടെൻ്റ് അടിക്കാമല്ലാന്ന് ചോദിച്ചു. ടെൻ്റ് അടിച്ചേട്ടാ. ടെൻ്റ് അടിച്ച് കഴിഞ്ഞ് ഇപ്പം എല്ലാം സെറ്റാക്കി സാധനങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ വെച്ചേട്ടാ. അപ്പോൾ മേളിലത്തെ ഷീറ്റ് മാത്രം ഇട്ടിട്ടില്ല. ഞാൻ ടെൻ്റ് അടിച്ചേക്കണം കാണിച്ചു തരാം. ഇതിവിടെ നമ്മൾ ടെൻ്റ് അടിച്ചേക്കണം. ടെൻ്റ് അടിച്ച് എല്ലാം സെറ്റായി. ഇനി സൈക്കിളിൻ്റെ മേളിലാണ് ആ ഷീറ്റ് വെച്ചേക്കണം. അപ്പോൾ ഇനി അത് ചിലപ്പോൾ ഇടും. കാരണം ഇട്ടില്ലെങ്കിൽ പിന്നെ ഫുള്ള് കാണാൻ പറ്റും നമ്മൾ ഉള്ളിൽ കിടന്നുറങ്ങണേക്ക്. വലിയ ഇതൊന്നുമില്ല. എന്നാലും നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. കാരണം അല്ലെങ്കിൽ ചൂട് എടുക്കും. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് ഇടാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. കാരണം വീഡിയോയിൽ കുറേ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സൗണ്ട് റെഡിയാണല്ലോ. കാരണം നമ്മുടെ കയ്യിൽ മൈക്കില്ല. മൈക്ക് പറഞ്ഞാൽ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്ന ടൈമിലാണ് ഫോൺ കംപ്ലൈൻ്റ് ആയത്. ആ സമയത്താണ് പിന്നെ പുതിയൊരു ഫോൺ എടുത്തത്. കാരണം യാത്ര നമുക്കൊരു ഫോൺ ഇല്ലാണ്ട് പറ്റൂല. പിന്നെ അതേപോലെ വീഡിയോസ് എടുക്കണമെങ്കിലും ഫോൺ ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം ഫോൺ എടുത്ത്. അപ്പോൾ നമ്മുടെ കയ്യിൽ മൈക്കില്ലാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ അതേപോലെ എൻ്റെ വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളിലും കുറേ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്തെങ്കിലും തിരുത്തോ മാറ്റങ്ങളോ വരുത്തണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ നമുക്ക് അടുത്ത വീഡിയോ നല്ലതാക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂടുക. പെട്രോൾ പമ്പിൽ സ്റ്റേ അടിക്കാൻ വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഹായ് ഭയ്യ, ഹലോ, നാം ക്യാ ഹൈ ആപ്കാ? ബൽവീർ. ആപ്കാ? ഹായ്. ഇപ്പോൾ ഇവർ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ തന്നിട്ടാ. അപ്പോൾ ഈ പമ്പിലാണ് നമ്മൾ സ്റ്റേ അടിക്കണം. ഞാനവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞ് ഇവർ ആൾ കുഴപ്പമൊന്നുമില്ല. കാരണം ആദ്യം ഒരാൾ പറഞ്ഞാൽ നിന്നെ പോലെ ഒരു മുട പറഞ്ഞത്. പിന്നെ സീനില്ല, അടിച്ചോ. ബാക്കിയുള്ള മെയിൻ ആളുണ്ട്, ആളോട് സംസാരിച്ചപ്പോൾ അടിച്ചോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അടിച്ചതാണ്. പിന്നെ ജസ്റ്റ് ഇവരായിട്ട് കമ്പനി ചെയ്യാൻ പറഞ്ഞിട്ടാണ് പിന്നെ ചായ കുടിച്ചത്. അപ്പോൾ എല്ലാവരും ഓക്കെയാണ്, ഹാപ്പിയാണ്.